നമസ്കാരം, ഞാനിന്ന് എഗ്സ് ഇൻ നൂഡിൽസ് നെസ്റ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. അതിനായി ഞാൻ ഗാർലിക് പേസ്റ്റ് 1 സ്പൂൺ, ചില്ലി പേസ്റ്റ് 2 സ്പൂൺ, ജിഞ്ചർ പേസ്റ്റ് 1 സ്പൂൺ, ടൊമാറ്റോ കച്ചപ്പ് 2 സ്പൂൺ, നൂഡിൽസ് 150 ഗ്രാം, മൈദ 6 സ്പൂൺ, കോൺഫ്ലോർ 8 സ്പൂൺ, ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത് 3 ടേബിൾ സ്പൂൺ, സബോള പൊടിപൊടിയായി അരിഞ്ഞത് 1 എണ്ണം, മുട്ട പുഴുങ്ങിയത് 2 എണ്ണം ആണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായി ഒരു പാത്രത്തിൽ നന്നായി തിളച്ച വെള്ളം എടുത്ത് അതിലേക്ക് നമുക്ക് 1 സ്പൂണ് ഉപ്പ് ആഡ് ചെയ്യാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നൂഡിൽസ് ഓരോന്ന് ഇട്ട് കൊടുക്കാം. നൂഡിൽസ് ഈ തിളച്ച വെള്ളത്തിൽ മുങ്ങി കിടക്കണം. അത്രയ്ക്കും വെള്ളം നമ്മൾ അതിൽ ആ പാത്രത്തിൽ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ വെള്ളം കുറവാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടി വെള്ളം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിത് 5 മിനിറ്റ് നേരം മൂടി വയ്ക്കാം. ഇപ്പോൾ 5 മിനിറ്റായി. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. വെന്ത് പാകമായിട്ടുണ്ട്. ഇനി ഒരു അരിപ്പ വെച്ച് അതിലേക്ക് അരിച്ചൊഴിക്കാം. അതിനുശേഷം അത് ഒന്ന് നമുക്ക് തണുക്കാനായിട്ട് വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് മുട്ടയിലേക്കുള്ള ബാറ്റർ തയ്യാറാക്കാം. അതിനായി നമുക്ക് ഒരു പാത്രം എടുത്തു വയ്ക്കാം. അതിലേക്ക് നമുക്ക് 6 സ്പൂൺ മൈദയും 6 സ്പൂൺ കോൺഫ്ലവറും കൂടെ ആഡ് ചെയ്യാം. ഇനി നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു നുള്ള് ബേക്കിംഗ് സോഡ ആഡ് ചെയ്യാം. ബേക്കിംഗ് പൗഡർ ആയാലും കുഴപ്പമില്ല. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് നമുക്ക് ദോശമാവിൻ്റെ പരുവത്തിൽ ആക്കിയെടുക്കാം. ഇപ്പോൾ ഇത് കറക്റ്റായിട്ടുണ്ട്. നമുക്കിത് മാറ്റിവെക്കാം. വെള്ളം വാലാനായിട്ട് വെച്ച നൂഡിൽസിൽ വെള്ളമൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നൂഡിൽസ് ഒരു പാത്രത്തിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കതിലേക്ക് സ്വല്പം കോൺഫ്ലോർ തൂവി കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി 1 മിനിറ്റ് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് മുട്ട കട്ട് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് നൂഡിൽ അല്പം എടുത്ത് കിളിക്കൂടിൻ്റെ ആകൃതിയിൽ പരത്തി വയ്ക്കാം. എല്ലതും അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്കൊരു പാൻ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായതിന് ശേഷം നമുക്ക് ഇത് ഓരോന്നും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കാം. റെഡി ആയിട്ടുണ്ട്. നമുക്കിത് വെളിച്ചെണ്ണയിൽ നിന്ന് എടുത്തു മാറ്റാം. അങ്ങനെ എല്ലാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ വെളിച്ചെണ്ണയിലേക്ക് മുട്ട മാവിൽ മുക്കി ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ച മാവിൽ മുട്ട ചെറിയ കഷ്ണങ്ങളാക്കി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് മുക്കിയിട്ട് സൺഫ്ലവർ ഓയിൽ വെച്ചിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാതും ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. നമുക്കിനി മസാലകൾ തയ്യാറാക്കാം.
അതിനായി നമുക്ക് മറ്റൊരു പാൻ വയ്ക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതിൻ്റെ എല്ലാം പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് സബോളയും ക്യാപ്സിക്കവും ആഡ് ചെയ്യാം. അതിനുശേഷം 1/2 ടീസ്പൂൺ ഉപ്പിട്ട് പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം. പച്ചമണമൊക്കെ മാറി എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ടൊമാറ്റോ കച്ചപ്പ് ആഡ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് വറുത്ത് വെച്ച നൂഡിൽസിൻ്റെ ഉള്ളിലേക്ക് ഫിൽ ചെയ്യാം. അതിനുശേഷം ആ ഫില്ലിലേക്ക് ഫ്രൈ ചെയ്ത മുട്ട വെച്ച് കൊടുക്കാം. അങ്ങനെ വളരെ സ്വാദിഷ്ടമായ എഗ്സ് ഇൻ നൂഡിൽസ് നെസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്കിതുമായി ബന്ധപ്പെട്ട എല്ലാ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മെയിൽ ID യിലേക്ക് മെയിൽ ചെയ്താലും മതി. നന്ദി, നമസ്കാരം.